Okay, so അങ്ങനെ 2024 is coming to an end. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇറ്റ്സ് ജാനുവരി 2025 ആൻഡ് ജാനുവരി മന്ത് എന്ന് പറയുമ്പോൾ പി സി എന്തൂസിയാസ്റ്റിന് ഒരു ഇമ്പോർട്ടന്റ് മന്ത് ആണ്. ബിക്കോസ് ഈ മന്തിലാണ് യൂഷ്വലി CES നടക്കുന്നത്, കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ. ആൻഡ് ഈ ഷോയിലാണ് മോസ്റ്റ് ഓഫ് ദ ടെക് കമ്പനീസ് അവരുടെ പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറീസിലും പുതിയ പ്രൊഡക്ട്സ് അനൗൺസ് ആവുന്നതായിരിക്കും. ആൻഡ് ഇതിൽ നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളതാണ് ഗ്രാഫിക്സ് കാർഡ്സ്. NVIDIA സൈഡ് വി ആർ എക്സ്പെക്ടിങ് RTX 5000 സീരീസ് GPUs. AMD സൈഡ് നോക്കുവാണെങ്കിൽ RDNA 4 based RX 8000 സീരീസ് GPUs and not behind Intel the second generation of discrete GPUs B series or codename Battle Mage. സോ ഇതെല്ലാം 2025 എക്സ്പെക്റ്റഡ് ആണ്. അതെന്തായാലും ഒരു മാസം കഴിഞ്ഞേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ്സ് ഏതൊക്കെ സ്കിപ്പ് ചെയ്യണം, ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. ഓക്കെ, ബിഫോർ വി സ്റ്റാർട്ട് ദ ലിസ്റ്റിംഗ്സ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ജനറൽ ആയിട്ട് പറയാനുണ്ട്. നമ്പർ 1, ഇൻ കേസ് നിങ്ങളുടെ ബഡ്ജറ്റ് കൂടുതലാണ്, അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ട്, നല്ല ഹെവി ആയിട്ടുള്ള GPUs ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു മാസം വെയിറ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം കറന്റ് ഏറ്റവും ഹൈ എൻഡ് GPU എന്ന് പറയുന്നത് RTX 4090 ആണ്. ആൻഡ് ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള പുതിയ ജനറേഷൻ ഓഫ് ഗ്രാഫിക്സ് കാർഡ്സ് എന്തായാലും അനൗൺസ് ആകും. സോ അത് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സെക്കൻഡ്ലി, NVIDIA വാങ്ങിക്കണോ AMD ആണോ അല്ലെങ്കിൽ Intel ഗ്രാഫിക്സ് കാർഡ്സ് വാങ്ങിക്കണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സും നിങ്ങളുടെ ഓവറോൾ യൂസേജ് ആൻഡ് യൂസ് ചെയ്യുന്ന ആപ്സ് ആൻഡ് സോഫ്റ്റ്വെയർസിന്റെ റിക്വയർമെന്റ് പോലെ ഇരിക്കും. സോ ഇപ്പോൾ നമുക്ക് NVIDIA ആണെങ്കിലും AMD ആണെങ്കിലും ഈവൻ Intel ആണെങ്കിലും ഓരോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ എല്ലാ കമ്പനീസിന്റെ നല്ല ഗ്രാഫിക്സ് കാർഡ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏത് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്പെസിഫിക് യൂസും നിങ്ങളുടെ ആപ്സ് ആൻഡ് സോഫ്റ്റ്വെയർസിന്റെ റിക്വയർമെന്റ് നോക്കിയിട്ട് ഈവൻ ബെഞ്ച് മാർക്സ് കുറച്ചൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ NVIDIA കാർഡ്സ്, AMD കാർഡ്സ്, ഈവൻ Intel കാർഡ്സും നല്ലത് തന്നെയാണ്. ബട്ട് ഒരു ജനറൽ സജഷൻ പറയുവാണെങ്കിൽ സ്പെഷ്യലി റെൻഡറിംഗ് പർപ്പസിന് വേണ്ടി നിങ്ങൾ GPU നോക്കുന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് NVIDIA GPUs ആണ് ബെറ്റർ. CUDA ബേസ്ഡ് ആക്സലറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബെസ്റ്റ് ചോയ്സ് NVIDIA തന്നെയാണ്. ഇതല്ലാതെ വേറെ എന്ത് പേർപ്പസിനും AMD ചൂസ് ചെയ്യാം, Intel ചൂസ് ചെയ്യാം, ഓർ NVIDIA ചൂസ് ചെയ്യാം. തേർഡ് വൺ, VRAM കൂടുതലുണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് ഹെവി പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ഒന്നും കിട്ടത്തില്ല. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർഡ് എമൗണ്ട് ഓഫ് VRAM ഉള്ള GPUs എടുത്താൽ മതി. ഇവിടെ NVIDIA ആണെങ്കിലും AMD സൈഡ് നോക്കുവാണെങ്കിലും ചില ഗ്രാഫിക്സ് കാർഡ് മോഡൽസ് ചുമ്മാ VRAM കൂട്ടി ബെറ്റർ പെർഫോമിംഗ് ആണെന്ന് കാണിച്ചുകൊണ്ട് ഇറക്കുന്നുണ്ട്. ഇൻ റിയാലിറ്റി നോക്കുവാണെങ്കിൽ ഈ ഹയർ VRAM എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ്സിന്റെ ലോവർ വേർഷൻസിന്റെ അതേ സിമിലർ പെർഫോമൻസ് തന്നെയാണ്. സോ ഇതുപോലത്തെ GPUs മോസ്റ്റ്ലി സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഈ VRAM എന്താണ്, VRAMന്റെ യൂസസ് എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ നോക്കേണ്ടത്, അതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മേളിൽ പിൻ ചെയ്തേക്കാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും VRAMന്റെ യൂസേജ് എന്താണ്, എത്ര VRAM നിങ്ങൾക്ക് നോക്കണമെന്നുള്ളത്. ഇൻ ഷോർട്ട്, VRAM ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഫാക്ടർ VRAM അല്ല, അതല്ലാതെ മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ്ലി പറയാനുള്ളത്, ഒരു ഗ്രാഫിക്സ് കാർഡും ദി ബെസ്റ്റ് അല്ല, ഒരു ഗ്രാഫിക്സ് കാർഡും ദി വേഴ്സ്റ്റും അല്ല. ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് ആൻഡ് പ്രൈസ് കാറ്റഗറി ഓർ പ്രൈസ് റേഞ്ച് ആണ്. സോ നിങ്ങൾ നോക്കുന്ന ബഡ്ജറ്റിൽ ഏതാണോ ഹയസ്റ്റ് ബെസ്റ്റ് GPU കിട്ടുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ്. ഇത് പറയാൻ കാരണം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ്സിൽ തന്നെ ഇടയ്ക്ക് പല ഗ്രാഫിക്സ് കാർഡ്സും ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് ആ ഗ്രാഫിക്സ് കാർഡ്സ് മോശമാണെന്നൊന്നുമല്ല. നമ്മൾ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്തുകൊണ്ടാണ് ബെസ്റ്റ് പെർഫോമൻസ്, ബെസ്റ്റ് വാല്യൂ ഫോർ മണി, എല്ലാ രീതിയിലും ബെസ്റ്റ് ആയിട്ടുള്ള GPUs ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇൻ കേസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഇൻ കേസ് ഒരു PC സെറ്റ് ആക്കാൻ നോക്കുവാണ്, എല്ലാ കോമ്പണൻസ് സെലക്ട് ചെയ്തു, ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യം വരുമ്പം നിങ്ങളുടെ മാക്സിമം ബഡ്ജറ്റ് ഒരു 30,000 rupees ആണ്. ലെറ്റ്സ് സേ ജസ്റ്റ് ഇമാജിൻ 30,000 മാക്സിമം ബഡ്ജറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ₹1 പോലും എക്സ്ട്രാ ഇടാനുള്ള സ്കോപ്പ് ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒബ്വിയസ്ലി 30,000 റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് GPU ആയിരിക്കും നിങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ മേ ബി ആ GPU ഈ പറയുന്ന ലിസ്റ്റിംഗ്, ഞാൻ ഈ റെക്കമെൻഡ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ്സിന്റെ ലിസ്റ്റിൽ ഉണ്ടാകത്തില്ല. ദാറ്റ് ഡസന്റ് മീൻ ആ ഗ്രാഫിക്സ് കാർഡ് മോശമാണെന്നല്ല. അതിനേക്കാളും കുറച്ചൊന്ന് ഓവർ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതിലും ബെറ്റർ വാല്യൂ, ബെറ്റർ പെർഫോമൻസ് കിട്ടുന്ന ഗ്രാഫിക്സ് കാർഡ് വേറെ ഉണ്ട്. സോ ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ഗ്രാഫിക്സ് കാർഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ ബഡ്ജറ്റ് വൈസ് നോക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാനുള്ള സ്കോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ കിട്ടുന്ന ഗ്രാഫിക്സ് കാർഡാണ് നിങ്ങൾക്ക് ബെസ്റ്റ്. സോ ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബഡ്ജറ്റാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗ്രാഫിക്സ് കാർഡ്സും നല്ലതെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ഗ്രാഫിക്സ് കാർഡും മോശമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് കുറയുവാണെങ്കിൽ ഓബ്വിയസ്ലി നമ്മൾ അതിനെ റെക്കമെൻഡ് ചെയ്യും. സോ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് പ്രൈസിംഗ് ആണ്. ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് പ്രീവിയസ്ലി ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് RX 6600 ഒക്കെ ഇറങ്ങിയ ടൈമിൽ പ്രൈസ് ഒത്തിരി കൂടുതലായിരുന്നു, ആരും അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കുറഞ്ഞു. ആൻഡ് പെർഫോമൻസ് വൈസും സിമിലർ കാറ്റഗറിയിൽ വരുന്ന RTX 3060 റേഞ്ച് ഒക്കെ വരുന്നുണ്ട്.
സോ അങ്ങനെ വന്നപ്പോഴാണ് RX 6600ഉം ഇമ്പോർട്ടൻസ് കൂടിയത്. സോ ഈ ബെസ്റ്റും വേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം പ്രൈസിങ്ങും ബഡ്ജറ്റിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അഗൈൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പറയുന്ന GPUs തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന ബെസ്റ്റ് GPU നോക്കുക. സോ എനിവേസ് വിത്ത് ദാറ്റ് സൈഡ് നമുക്ക് ഫസ്റ്റ് കാറ്റഗറി ഏറ്റവും ടോപ്പ് ടീറിൽ നിന്ന് തുടങ്ങാം. സോ ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ഏറ്റവും ബെസ്റ്റ് GPU. ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന് പറയുമ്പം ഇവിടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് പ്രശ്നമല്ല, ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് ബെസ്റ്റ് GPU വേണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് കൺസ്യൂമർ ലെവലിൽ RTX 4090 ആണ് ഫ്രം NVIDIA. പ്രൈസിങ് നിയർലി 2 lakh റേഞ്ച് ആണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് മോഡൽസ് 24GB VRAM ആണ്, GDDR6X ബേസ്ഡ്, ADA Lovelace ആർക്കിടെക്ചർ, 384 ബിറ്റ്സിന്റെ ആണ് ബസ് വിത്ത്, DLSS 3.5 ആൻഡ് എല്ലാ ലേറ്റസ്റ്റ് NVIDIAയുടെ ടെക്നോളജീസ് സപ്പോർട്ട് ചെയ്യുന്ന GPU ആണ്. 4090 ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ടോപ്പ് മോസ്റ്റ് ബെസ്റ്റ് GPU ആണ്. പക്ഷേ എന്നാലും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് 2 റീസൺസ് ഉണ്ട്. ഒന്ന് ഒബ്വിയസ്ലി 1 മന്ത് കഴിഞ്ഞാൽ RTX 5000 സീരീസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ 2 lakh റേഞ്ചിൽ 4090 എടുക്കുന്നത് വರ್ತല്ല. രണ്ടാമത്തെ റീസൺ 1 lakh റേഞ്ചിൽ തന്നെ നമുക്ക് അടിപൊളി ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, 4080 സൂപ്പർ GPU. 4080 സൂപ്പർ ഇവൻ ദോ 16GB VRAM ആണ്, 2.5 GHz ആണ് ബൂസ്റ്റ്. പക്ഷേ 4090 എടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ 4080 സൂപ്പർ തന്നെയാണ്. 1 lakh പ്രൈസ് റേഞ്ച്, അതായത് ഹാഫ് ദി എമൗണ്ട് ഓഫ് 4090ക്ക് നമുക്ക് 4080 സൂപ്പർ കിട്ടും. പെർഫോമൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അറൗണ്ട് 15 to 20% കുറവാണെന്നേ ഉള്ളൂ. സോ ഓൺ ആവറേജ് 4090 ജസ്റ്റ് 15 to 20% ബെറ്റർ പെർഫോമിംഗ് ആണ്. പക്ഷേ പ്രൈസ് ഓൾമോസ്റ്റ് 1 lakh കൂടുതലാണ്. സോ ജസ്റ്റ് 15 to 20% ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി സ്പെൻഡിങ് 1 lakh ജസ്റ്റിഫയബിൾ അല്ല. സോ ഞാൻ പറയുന്നത് 4090 സ്കിപ്പ് ചെയ്തിട്ട് 4080 സൂപ്പർ എടുക്കുന്നതാണ് ഇപ്പം ബെസ്റ്റ്. സോ നിങ്ങൾക്ക് 1 month വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അർജന്റ്ലി ഒരു ഗ്രാഫിക്സ് കാർഡ് വേണം ഹൈ എൻഡ് യൂസിനെങ്കിൽ 4090 എടുക്കാതെ ജസ്റ്റ് ഗോ വിത്ത് 4080 സൂപ്പർ. ആൻഡ് ഓൾസോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഗ്രാഫിക്സ് കാർഡ്സിൻ്റെ കൂടെ പവർ സപ്ലൈസിൻ്റെ റെക്കമെൻഡേഷൻസും പറയുന്നുണ്ട്. ബിക്കോസ് ഗ്രാഫിക്സ് കാർഡ് ആൻഡ് പവർ സപ്ലൈ ഓൾമോസ്റ്റ് കോ റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് കാർഡ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിന് സൂട്ടാവുന്ന പവർ സപ്ലൈസിൻ്റെ റെക്കമെൻഡേഷൻസും ഞാൻ പറയുന്നുണ്ട്. സോ ഇവിടെ പവർ സപ്ലൈ റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം 850 വാട്ട്സിൻ്റെ പവർ സപ്ലൈ ഇനഫ് ആണ്. നെക്സ്റ്റ് ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിൽ തന്നെ ഗെയിമിങ്ങിന് വേണ്ടി പ്രിസൈസ്ലി നിങ്ങൾക്കൊരു മോസ്റ്റ്ലി 4K ഗെയിമിങ്ങിന് വേണ്ടി നല്ലൊരു GPU നോക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് 4080 സൂപ്പറിൻ്റെ അത്ര ഒരു 1 lakh സ്പെൻഡ് ചെയ്യാൻ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ GPU ഈ പ്രൈസ് പോയിന്റിൽ ബെസ്റ്റ് ആണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ബെസ്റ്റ് ആൻഡ് വേസ്റ്റ് സിനാരിയോക്ക് ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ബിക്കോസ് ഈ പർട്ടിക്കുലർ GPU ഇറങ്ങിയ ടൈമിൽ അത്രയ്ക്ക് റെക്കമെൻഡഡ് അല്ലായിരുന്നു. കാരണം ഇതിൻ്റെ പ്രൈസ് പോയിന്റ് അങ്ങനെയായിരുന്നു. 90,000 to 1 lakh റേഞ്ചിലായിരുന്നു ഫസ്റ്റ് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമുക്കിത് 69 to 70,000 റേഞ്ചിൽ ഈസിലി കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ 4K ഗെയിമിങ്ങിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ബെസ്റ്റ് GPU ആണ് AMDയുടെ Radeon RX 7900 XT. 20GB VRAM ഉള്ള GPU ആണ്, 2.4 GHz ബൂസ്റ്റ് സ്പീഡ്. സോ ഈ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഹൈലി കേപ്പബിൾ ഗ്രാഫിക്സ് കാർഡാണിത്. സ്പെഷ്യലി റോ ഗെയിമിംഗ് പെർഫോമൻസ്, റോ റാസ്റ്ററൈസേഷൻ പെർഫോമൻസ് ഒക്കെ നോക്കുവാണ്. പ്രൊഡക്ടിവിറ്റി, എഡിറ്റിംഗ്, ഓൾമോസ്റ്റ് എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു GPU ആണ്. 4K ഗെയിമിംഗ് ഒക്കെ ഡീസെൻറ്റ് പ്ലേയബിൾ FPS നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ AMDയുടെ മറ്റ് ഫീച്ചേഴ്സും കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ലൈക്ക് AMDയുടെ FSR, RSR, SAM ഫീച്ചേഴ്സ് ഇതെല്ലാം കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ 4K ഗെയിമിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. സോ അണ്ടർ 70,000 നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു GPU ആണിത്. സോ ദാറ്റ്സ് വൈ ഈസിലി റെക്കമെൻഡഡ് ആണ്. ആൻഡ് പവർ സപ്ലൈ പറയുവാണെങ്കിൽ 750 വാട്ട്സ് ആണ് AMD പറയുന്നത് റിക്വയർഡ്. ആൻഡ് ഈ പ്രൈസ് റേഞ്ചിൽ ഇൻ കേസ് നിങ്ങൾക്ക് NVIDIA GPU വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 4070 Ti സൂപ്പർ ആണ്. പ്രൈസിങ് 7900 XTയേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. 77,000 റേഞ്ച് ആണ് സ്റ്റാർട്ടിങ്. സോ ഡിസ്കണ്ടിന്യൂ ആയ 4070 Tiയേക്കാളും ബെറ്റർ പെർഫോമിംഗ് ആണ്, ബെറ്റർ സ്പെക്സ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് ഏകദേശം RTX 4080 GPUയുടെ അത്രയും പെർഫോമൻസ് നമുക്ക് 4070 Ti സൂപ്പറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. 12GB VRAM നിന്ന് 16GB VRAM ആയിട്ട് കൂടിയിട്ടുണ്ട്. 192 ബിറ്റിൽ നിന്ന് 256 ബിറ്റ്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓവറോൾ CUDA കോഴ്സ്, റേ ട്രേസിംഗ് കോഴ്സ്, ബേസ് ഫ്രീക്വൻസി ഇതെല്ലാത്തിലും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സോ ദാറ്റ്സ് വൈ നമുക്ക് RTX 4080യുടെ നിയർ പെർഫോമൻസ് 4070 Ti സൂപ്പറിൽ കിട്ടും. പക്ഷേ പ്രൈസ് 4080 അല്ലെങ്കിൽ 4080 സൂപ്പറിൻ്റെ അത്രയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 77,000 റേഞ്ചിൽ ഗിഗാബൈറ്റ് മോഡൽസ് ഒക്കെ കിട്ടും. സോ ഈ പ്രൈസ് റേഞ്ചിൽ 4K ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി, ജസ്റ്റ് പ്യുവർ പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ ജസ്റ്റ് ഗോ വിത്ത് Radeon RX 7900 XT GPU. അതല്ല നിങ്ങൾക്ക് റേ ട്രേസിംഗ് എനേബിൾ ചെയ്തുകൊണ്ട് DLSS ആൻഡ് NVIDIAയുടെ മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ
4070 Ti സൂപ്പർ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി കുറച്ചുകൂടെ താഴോട്ട് വരുവാണെങ്കിൽ 50,000 റേഞ്ച്. 50,000 റേഞ്ചിലും AMDയുടെ തന്നെ വൺ ഓഫ് ദി കൈൻഡ് GPU ഉണ്ട്. AMDയുടെ Radeon RX 7900 GRE മോഡൽ. ഇത് ആക്ച്വലി ഒരു ചൈനീസ് ഓൺലി മോഡലാണ്, ബിക്കോസ് GRE എന്ന് പറയുന്നത് ഗോൾഡൻ റാബിറ്റ് എഡിഷൻ ആണ്. 2023 ചൈനീസ് സോഡിയാക് സൈൻ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു GPU ആയിരുന്നു. ഓൺലി ഫോർ ചൈന ആയിരുന്നു, പക്ഷേ ഇത് പിന്നീട് ഗ്ലോബലി ലോഞ്ച് ആയി. 16GB VRAM ആണ് ഇവിടെയും. 256 ബിറ്റ്സിന്റെ ബസ്, 2245 MHz ആണ് സ്പീഡ് വരുന്നത്. സോ ഈ ഗ്രാഫിക്സ് കാർഡ് നമുക്ക് 50 to 51,000 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് മോഡൽസ് നോക്കുവാണെങ്കിൽ ASRock ബ്രാൻഡിന്റെ ആണ്. ആൻഡ് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്, ക്ലിയർ ചെയ്യാനുണ്ട്. ASRockന്റെ പഴയ വീഡിയോസ് നോക്കുവാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ലായിരുന്നു, ബിക്കോസ് പഴയ ASRock ബ്രാൻഡിന്റെ സ്പെഷ്യലി ഗ്രാഫിക്സ് കാർഡ്സിന്റെ വാറന്റി നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഓൺലി 2 years ആയിരുന്നു. സോ ഈവൻ ദോ പ്രൈസിങ് കുറവാണെങ്കിലും ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ പണ്ട് ASRockന്റെ GPUs അധികം റെക്കമെൻഡ് ചെയ്യാത്തത്. പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാത്തിൻ്റെയും 3 years വാറന്റി ആയിട്ട് കൺവേർട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില ഓൺലൈൻ വെബ്സൈറ്റ്സിൽ പഴയ ലിസ്റ്റിംഗ് അല്ലെങ്കിൽ പഴയ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് 2 years എന്നാണ് കിടക്കുന്നത്. സോ അത് നിങ്ങൾ സെല്ലറുമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം എടുക്കേണ്ടത്. എന്തായാലും എൻട്രി ലെവൽ ബഡ്ജറ്റ് മോഡൽസ് നോക്കുവാണെങ്കിൽ ASRock ഓക്കെ മോഡൽസ് ആണ്. ആൻഡ് ഇപ്പോൾ നമുക്ക് 3 yearsന്റെ ഫുൾ വാറന്റി ഉള്ളത് കൊണ്ട് നോ ഇഷ്യൂസ്. മറ്റു ബ്രാൻഡ്സ് നോക്കുവാണെങ്കിൽ 56 to 57,000 റേഞ്ച് ആണ് സ്റ്റാർട്ട് ആകുന്നത്. സോ 50,000 റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് GPU ആണ് RX 7900 GRE. ആൻഡ് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നിയർലി നമുക്ക് RX 7800 XT വരുന്നത്. സോ ASRock മോഡൽസ് നോക്കുവാണെങ്കിൽ 7800 XTയുടെ സ്റ്റാർട്ടിംഗ് 48 to 49,000 റേഞ്ച് ആണ്. 7900 GRE എടുക്കുന്നതാണ് ബെസ്റ്റ്. 7800 XTനേക്കാളും കുറച്ച് ബെറ്റർ പെർഫോമിംഗ് ആണ് 7900 GRE. സോ സിമിലർ പ്രൈസ് റേഞ്ചിൽ വരുന്ന 7800 XT സ്കിപ്പ് ചെയ്ത് 7900 GRE എടുക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഇൻ കേസ് ഇവിടെ NVIDIAയുടെ ഒരു ഗ്രാഫിക്സ് കാർഡ് നോക്കുന്നുണ്ടെങ്കിലും 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ 2 ഓപ്ഷൻസിലും ഒരെണ്ണമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതാണ് RTX 4070 സൂപ്പർ. ആൻഡ് ഇതിൻ്റെ തന്നെ പഴയ മോഡലും ഉണ്ട്, RTX 4070. 4070 നോക്കുവാണെങ്കിൽ നമുക്കിപ്പം ഒരു 49,050 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് കിട്ടും. ആൻഡ് 4070 സൂപ്പർ നോക്കുവാണെങ്കിൽ ലോവർ മോഡൽസ് നമുക്കൊരു 50 to 53,000 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇതിപ്പോൾ കുറച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആണ് പ്രൈസിങ്. യൂഷ്വലി ഒരു 5,000 to 6,000 റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ട് 4070 ആൻഡ് 4070 സൂപ്പർ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ചില മോഡൽസിന്റെ ഇടയ്ക്കിടയ്ക്ക് പ്രൈസിങ് കുറയുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ നമുക്കൊരു 52 to 53,000 റേഞ്ചിൽ ചിലപ്പോൾ നോക്കിയാൽ കിട്ടും. സോ ഇവിടെയും 4070യും 4070 സൂപ്പർ കമ്പയർ ചെയ്യുവാണെങ്കിൽ 4070 സൂപ്പർ നമുക്ക് ഹയർ ക്യൂഡ കോഴ്സ്, ഹയർ റേ ട്രേസിംഗ് കോഴ്സ്, ടെൻസർ കോഴ്സ്, ബേസ് ഫ്രീക്വൻസി എല്ലാം ഹയർ ആണ്. ഈവൻ ദോ സെയിം 12GBയുടെ VRAM ആണെങ്കിലും മറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് കൂടിയത് കൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് 10 to 12% ഹയർ പെർഫോമൻസ് ആണ് 4070 സൂപ്പർ മോഡൽസിൽ കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ 4070 സൂപ്പർ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ NVIDIA GPU നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3,000 or 4,000 റുപ്പീസ് എക്സ്ട്രാ എടുക്കാൻ ഒരു ചാൻസും ഇല്ല എന്നുണ്ടെങ്കിൽ 4070 സ്റ്റിൽ നല്ല ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. സോ 50,000 റേഞ്ച് AMD സൈഡ് RX 7900 GRE, NVIDIA സൈഡ് RTX 4070 സൂപ്പർ ആണ് റെക്കമെൻഡഡ് GPUs. ആൻഡ് വൺ മോർ തിങ്, 7900 GRE ഒരു ലിമിറ്റഡ് എഡിഷൻ GPU ആണ്. വെരി സൂൺ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പേ എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് താഴോട്ട്, ഇതിനും താഴോട്ട് ഒരു 40,000 റേഞ്ചിലോട്ട് വരുവാണെങ്കിൽ 40,000 റേഞ്ചിലും നമുക്കൊരു AMD GPU തന്നെയാണ് റെക്കമെൻഡ് ചെയ്യാനുള്ളത്, RX 7700 XT. ഇതും 12GB VRAM വരുന്നതാണ്. 192 ബിറ്റ്സിന്റെ ബസ് വിത്ത് 2.25 GHz ആണ് ഗെയിം സ്പീഡ്. ആൻഡ് സിമിലർ പ്രൈസ് റേഞ്ചിൽ NVIDIAയുടെ ഉള്ളത് RTX 4060 Ti 16GB VRAM ആണ്. ആൻഡ് ഇത് ഒരിക്കലും എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിലും എത്രയോ ബെറ്റർ ആണ് 7700 XT GPU അല്ലെങ്കിൽ 4060 Ti ബേസ് 8GB വേരിയന്റ് തന്നെ മോർ ദാൻ ഇനഫ് ആണ്. ഇതിന്റെ പെർഫോമൻസ് ബെഞ്ച് മാർക്സ് നിങ്ങൾ തന്നെ യൂട്യൂബിൽ നോക്കിയാൽ മതി. 4060 Tiയുടെ 16GB വേരിയന്റും 8GB വേരിയന്റും കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നിയർലി സിമിലർ പെർഫോമിംഗ് ആണ്. സോ സിമിലർ പെർഫോം ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് കാർഡിന് വെറുതെ 10,000 റുപ്പീസ് ഓർ 12,000 റുപ്പീസ് കൂടുതൽ കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ല. സോ ദാറ്റ്സ് വൈ 4060 Ti 16GB വേരിയന്റ് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതിലും ബെറ്റർ ആണ്, 20 to 30% ബെറ്റർ പെർഫോമൻസ് തരുന്നതാണ് RX 7700 XT GPU. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4060 Tiയുടെ തന്നെ 8GB വേരിയന്റ് നോക്കാം. 7700 XT നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പർപ്പസിനും ഈ റേഞ്ചിൽ റെക്കമെൻഡഡ് ആണ്. എൻട്രി ലെവൽ 2K ഗെയിമിങ്ങിനൊക്കെ നല്ല GPU ആണിത്. ആൻഡ് പവർ സപ്ലൈ ഇവിടെ സെയിം നേരത്തെ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് നോക്കാം, 750 വാട്ട്സിൻ്റെ ആണ് റെക്കമെൻഡഡ്. സോ 750 വാട്ട്സിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേ സെയിം ലിസ്റ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ ചൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് കുറച്ചും കൂടി താഴോട്ട് വരുവാണ് 30,000 റേഞ്ച്. 30,000 റേഞ്ചിൽ നമുക്ക് ആക്ച്വലി 2 GPUs റെക്കമെൻഡ് ചെയ്യാനുണ്ട്. NVIDIAയുടെ RTX 4060 ആൻഡ് AMDയുടെ RX 7600. ഈ 2 GPUസും നമ്മളിപ്പം ഇന്ത്യയിലായതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ഇന്ത്യക്ക് പുറത്തായിരുന്നെങ്കിൽ ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഇതിലും ബെറ്റർ GPUs കിട്ടുമായിരുന്നു. AMDയുടെ RX 6750 XT ആൻഡ് RX 6700 XT GPUs. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ആൻഡ് ഇന്ത്യയിൽ ഈ ഗ്രാഫിക്സ് കാർഡ്സ് അവൈലബിൾ അല്ല. ബട്ട് ഇതൊക്കെ ഔട്ട്സൈഡ് ഇന്ത്യ ഇപ്പോഴും ഈസിലി അവൈലബിൾ ആണ്. സോ
ഇന്ത്യയിലായതുകൊണ്ട് തന്നെ 26-27,000 റേഞ്ചിൽ RTX 4060 RX 7600 GPUs ആണ് ഈ രണ്ട് GPUs ഉള്ളൂ റെക്കമെൻഡ് ചെയ്യാൻ. ഇവിടെ രണ്ട് GPUസും സിമിലർലി പെർഫോമിംഗ് GPUs ആണ്. ചില ഗെയിംസിൽ NVIDIA സൈഡാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്, ചില ഗെയിംസ് AMDയുടെ 7600 ആണ് ബെറ്റർ പെർഫോമിംഗ്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ സിമിലർ ആയിട്ട് പെർഫോം ചെയ്യുന്നതും സിമിലർ പ്രൈസ് റേഞ്ചിൽ വരുന്ന രണ്ട് GPUs ആണ്. സോ ഇതിൽ ഏത് GPU വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രയോറിറ്റി നോക്കിയിട്ട് ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ പ്രയോറിറ്റി നോക്കിയിട്ട് രണ്ട് GPUസിൽ ഏതായാലും ഓക്കെ ആണ്. പിന്നെ RX 7600ൻ്റെ ഒരു 16GB വേരിയൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ആവശ്യമില്ല. 8GB വേരിയൻറ്റ് മോർ ദാൻ ഇനഫ് ആണ്. ആൻഡ് ദീസ് ആർ ദ റിക്കമെൻഡഡ് പവർ സപ്ലൈസ്. നെക്സ്റ്റ് 20,000 പ്രൈസ് റേഞ്ചിലോട്ട് വരുവാണെങ്കിൽ 20,000 നമുക്ക് ആകെ ഒരു GPU കറക്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ളൂ, AMDയുടെ RX 6600. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് ഇൻറ്റലിൻ്റെ കോമ്പറ്റീറ്റർ ഇൻറ്റൽ Arc A750 GPU. സോ RX 6600 ഈവൻ ദോ 2021 ലോഞ്ച് ആയതാണ്, പക്ഷേ നമുക്ക് ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യാനോ ഈ ഒരു കാറ്റഗറി ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യാവുന്നത് ഈ ഗ്രാഫിക്സ് കാർഡേ ഉള്ളൂ. 3050 ഗ്രാഫിക്സ് കാർഡിനെ ഈസിലി ബീറ്റ് ചെയ്യുന്ന ഒരു GPU ആണ്. ആൻഡ് ഓൾസോ നിയർലി ഒരു 3060 റേഞ്ച് പെർഫോമൻസ് കിട്ടുന്ന ഒരു GPU ആണ് RX 6600. സോ ഈ പ്രൈസ് റേഞ്ചിൽ ഈസിലി റെക്കമെൻഡ് ചെയ്യുന്ന GPU ആണ് RX 6600. ഇൻറ്റൽ Arc A750 ആണെങ്കിലും നല്ല GPU തന്നെയാണ്. ഇറങ്ങിയ ടൈമിൽ ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ലായിരുന്നു, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇൻറ്റൽ നല്ല രീതിയിൽ തന്നെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഇഷ്യൂസും ഓൾമോസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്, ഡ്രൈവർ അപ്ഡേറ്റ്സ് എല്ലാം റെഗുലർലി വരുന്നുണ്ട്. സോ ഈ പ്രൈസ് റേഞ്ചിൽ അതുകൊണ്ട് തന്നെ ഇൻറ്റൽ സൈഡ് റെക്കമെൻഡ് ചെയ്യാവുന്ന GPU ആണിത്. അതേപോലെ 20,000 റേഞ്ചിൽ നമുക്ക് യൂസ്ഡ് GPUs നിങ്ങൾ നോക്കുന്നെങ്കിൽ നല്ല GPUs കിട്ടും. RTX 3060 Ti 3060 ഇതൊക്കെ 20ക്ക് താഴെ കിട്ടും. സിമിലർലി AMDയുടെ നേരത്തെ പറഞ്ഞ 6750 XT ഓർ 6700 XT GPUs, ഇതിൽ ഏത് GPU നിങ്ങൾക്ക് യൂസ്ഡ് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ല വാറണ്ടി ഉള്ളതാണെങ്കിൽ ഡോണ്ട് മിസ് ഇറ്റ്, നല്ല GPUs ആണിത്. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ താഴെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ നല്ല GPUs ഒന്നുമില്ല. പുതിയ GPUs ഈ റേഞ്ചിൽ ഒരു 12,000 ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ നല്ല GPUs ഒന്നുമില്ല. കാരണം എല്ലാ കമ്പനീസിൻ്റെ ബഡ്ജറ്റ് GPUs അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം, ഇൻറ്റലിൻ്റെ Arc A380. ഈ 380 ഗ്രാഫിക്സ് കാർഡിനെ നമ്മൾ റിവ്യൂ ചെയ്തതാണ്, അതും നിങ്ങൾക്ക് കണ്ടു നോക്കാം. സോ ഈ പ്രൈസ് റേഞ്ചിൽ മറ്റ് ഗ്രാഫിക്സ് കാർഡ്സ് ഒക്കെ നമുക്ക് ഒരു 4GB VRAM ആണ്, ബട്ട് Arc A380 6GB VRAM ആണ് വരുന്നത്. കണ്ടന്റ് ക്രിയേഷൻ, ലൈറ്റ് ഗെയിമിംഗ് അല്ലെങ്കിൽ ഈവൻ സ്ട്രീമിങ്ങിന് വേണ്ടി അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് കാർഡാണ് Arc A380. ഇൻ കേസ് യൂസ്ഡ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ RTX 2060 യൂസ്ഡ് കിട്ടും, 6600 സൂപ്പർ, 3050 ഓർ ഈവൻ ഇപ്പം നേരത്തെ പറഞ്ഞ RX 6600ൻ്റെ യൂസ്ഡ് ഒക്കെ കിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ. സോ പുതിയ 1650 അല്ലെങ്കിൽ RX 6400 6500 XT ഒക്കെ എടുക്കുന്നതിലും ഈ പറഞ്ഞ യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സ് ആണ് ബെറ്റർ. ഇനി യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സ് എങ്ങനെ എവിടെ നിന്ന് എടുക്കണമെന്നും ഡൗട്ട് ഉണ്ടെങ്കിലും അതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും മേളിൽ കാണും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ. ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ള വീഡിയോസ് കണ്ടു നോക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പ്രൊസീഡ് ചെയ്യാം. ആൻഡ് ഫ്യൂച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ ഗെയിമിൻ്റെ റിക്വയർമെൻറ്റും ഗ്രാഫിക്സ് കാർഡ്സിൻ്റെ ഗ്രാഫിക്കൽ പവറിൻ്റെ റിക്വയർമെൻറ്റും ഇതെല്ലാത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇനി എന്തായാലും ഈ പറഞ്ഞ ബഡ്ജറ്റ് റേഞ്ച് GPUs വരത്തില്ല. ഐ ഡോണ്ട് തിങ്ക് ഒരു കമ്പനിയും ഈ റേഞ്ചിൽ ഇനി ഗ്രാഫിക്സ് കാർഡ്സ് ഇറക്കാൻ പോകുന്നില്ല, അതായത് ഈ 10,000 12,000 റേഞ്ചിൽ. കാരണം ഗ്രാഫിക്കൽ പവർ, ഗെയിംസിൻ്റെ ഗ്രാഫിക്കൽ റിക്വയർമെൻറ്റ്, സോഫ്റ്റ്വെയർസ് ഓർ ആപ്സിൻ്റെ ഗ്രാഫിക്കൽ റിക്വയർമെൻറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. സോ നേരത്തെ ലോ ബഡ്ജറ്റിൽ 4GB GPUs ഒക്കെ ആയിരുന്നു റെക്കമെൻഡ് ചെയ്യുന്നത്, പക്ഷേ ഇപ്പോൾ 4GBന്ന് മിനിമം 6 to 8GB ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് 8GB ആയിരിക്കും ഒരു മിനിമം സ്റ്റാൻഡേർഡ്. 4050 NVIDIA ഇറക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ഇതുവരെ ഒന്നും കണ്ടില്ല. സോ ടെക്നിക്കലി ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് സീരീസിലെ ഏറ്റവും ലോ എൻഡ് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് GPU ആണ് RTX 4060 8GB വേരിയൻറ്റ്. സോ ഇനി അങ്ങോട്ട് ഈ സ്റ്റാൻഡേർഡ് ആയിരിക്കും മോസ്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. 4060 ഓർ ഫ്യൂച്ചറിൽ 5050 അല്ലെങ്കിൽ 4050 എന്തെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അതായിരിക്കും ലോവസ്റ്റ്. ബട്ട് ആസ് ഓഫ് നോ ഇൻ പ്രൊഡക്ഷനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സീരീസിലെ ലോ ബഡ്ജറ്റ് GPU എന്ന് പറയുന്നത് RTX 4060 ആണ്. മിനിമം സ്റ്റാൻഡേർഡ് 8GB ആകുമ്പം ബഡ്ജറ്റും മിനിമം സ്റ്റാൻഡേർഡ് ഈ 10,000 12,000 നിന്ന് കൂടി നിയർലി ഒരു 18,000 to 20,000 റേഞ്ച് ആയിരിക്കും ഇനിയും ബഡ്ജറ്റ് GPUസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. സോ ഇതാണ് എനിക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു GPU നോക്കുന്നുണ്ടെങ്കിൽ പറയാനുള്ള കാര്യങ്ങളും റെക്കമെൻഡ് ചെയ്യാനുള്ള GPUs മോസ്റ്റ്ലി യൂസ്ഡ് എടുക്കുന്നതാണ് നല്ലത്. സോ എന്തായാലും അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽസ് ഓർ ടെക് കൺസൾട്ടേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.